നാമം മൗത്തപ്പെടുമാറാകട്ടെ. ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെയധികം നിരാശയും സങ്കടവും കടന്നു വരും. ഇപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനപ്പെടുത്തുവാനും ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്നവനും, അതുകൊണ്ട് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് ഈ പ്രശ്നത്തെ നേരിടാം. അല്ലാണ്ട് ഈ പ്രശ്നം വന്നിട്ട് നമ്മൾ തന്നെ അതിനെ നേരിടണമെന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് സൗമ്യതയും താഴ്മയുള്ളവനായ അവനോട് ചേർന്ന് പഠിച്ച് അതേ മനോഭാവത്തിൽ ഈ പ്രശ്നങ്ങളെ നേരിടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.